ഇറാൻ US സംഘർഷത്തിൽ നിലവിൽ ഒരു ചർച്ചയുമില്ലെന്ന് IRGC വ്യക്തമാക്കിയതോടെ ഇസ്ലാമാബാദ് ചർച്ച വഴിമുട്ടിയെന്ന് റിപ്പോർട്ട്. ജെഡി വാൻസിന്റെ ഇസ്ലാമാബാദ് സന്ദർശനം മാറ്റിയതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തങ്ങൾ സമർപ്പിച്ച ഉപാധികൾ അംഗീകരിച്ചാൽ മാത്രം ചർച്ചയെന്ന് ഇറാൻ അറിയിച്ചു. വധശിക്ഷയ്ക്ക് വിധിച്ച 8 വനിതാ പ്രക്ഷോഭകരെ വിട്ടയക്കണമെന്ന് ഇറാനോട് ട്രംപ് ആവശ്യപ്പെട്ടു. വാർത്ത വ്യാജമെന്ന് ഇറാൻ പ്രതികരിച്ചു. വൈറ്റ് ഹൗസിൽ ഇപ്പോൾ നിർണായക ചർച്ചകൾ നടക്കുകയാണ്. $30 ബില്യൺ അധിക യുദ്ധ ബഡ്ജറ്റിന് അനുമതി തേടി പെന്റഗൺ രംഗത്ത് വന്നു. ഇറാനെതിരെ ഉപരോധം കടുപ്പിക്കാൻ യൂറോപ്യൻ യൂണിയനും തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. MCA നാസർ വിവരങ്ങളുമായി ചേരുകയാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി MCA നാസർ ചേരുകയാണ്. MCA, ചർച്ചയില്ല എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാവുകയാണ്. ചർച്ചയില്ലെങ്കിൽ ഇനി എന്താണ് അടുത്തത് എന്നുള്ളതാണ് ചോദ്യം. അതോടൊപ്പം തന്നെ ഇപ്പോൾ വൈറ്റ് ഹൗസിലെ ചില നിർണായക ചർച്ചകളാണ്. ആ ചർച്ചയിൽ ഏത് തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകും. അതിനിടയിലാണ് ഇപ്പോൾ വലിയ ആശങ്കയേറ്റുന്ന ഒരു കാര്യം, $30 ബില്യൺ അധിക യുദ്ധ ബഡ്ജറ്റിന് പെന്റഗൺ അനുമതി തേടി എന്നുള്ളത്. അതായത് വീണ്ടും യുദ്ധമുഖത്തേക്ക് എത്തും എന്നുള്ളതിൻ്റെ സൂചനകളായി നമുക്കതിനെ കാണാൻ പറ്റുമോ MCA? വലിയ തിരക്കിട്ട നയതന്ത്ര നീക്കങ്ങളായിരുന്നു ഇന്ന് പകലും ഇന്നലെയുമായിട്ട് തുടർന്നത്. എന്തായാലും ഇറാൻ സംഘം ഇസ്ലാമാബാദിൽ എത്തുമെന്ന ഒരു പ്രതീക്ഷയായിരുന്നു അല്പം മുമ്പ് വരെ പാകിസ്ഥാൻ നേതൃത്വം പ്രതികരിച്ചതും അവർ കൈക്കൊണ്ടതും. പക്ഷെ അല്പം മുമ്പ് പാകിസ്ഥാൻ നേതൃത്വം വ്യക്തമാക്കുന്നത് തങ്ങൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ ഒരു പ്രതികരണവും ഇറാന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല. കാരണം നാളെ വെളുപ്പിന് ഇന്ത്യൻ സമയം ഏതാണ്ട് 5:30 മണിയോടുകൂടി നിലവിലുള്ള 2 ആഴ്ചക്കാലത്തെ വെടിനിർത്തലിന്റെ കാലാവധി അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കിട്ട നീക്കങ്ങളാണ് പെന്റഗൺ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ വൈറ്റ് ഹൗസിലും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് വരുമെന്ന് കരുതിയിരുന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസും വൈറ്റ് ഹൗസിലെ നിർണായക യോഗങ്ങളിൽ സംബന്ധിക്കുന്നുണ്ട്. എന്തായിരിക്കും അടുത്ത നീക്കം എന്നത് സംബന്ധിച്ച ആലോചനകളാണ് വൈറ്റ് ഹൗസിൽ തുടരുന്നത്. അതേസമയം സൈന്യം 2 കൂട്ടരുടേതും വളരെ ശക്തമായി തന്നെ നിലയുറപ്പിച്ചതായും കൂടുതൽ സൈനിക സന്നാഹങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഹോർമുസ് തീരത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ മേഖലയിലും പൊതുവെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു യുദ്ധം ഒഴിവാക്കണമെങ്കിൽ അടുത്ത മണിക്കൂറുകൾ വളരെ നിർണായകമായിരിക്കും. പക്ഷേ ഇറാൻ വ്യക്തമാക്കുന്നത് തങ്ങൾ മുന്നോട്ട് വെച്ച ഉപാധികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ നാവിക ഉപരോധം അമേരിക്ക പിൻവലിക്കണം, പിടിച്ചെടുത്ത കപ്പൽ വിട്ടുകൊടുക്കണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി പോലും അമേരിക്കൻ പ്രസിഡന്റ് തള്ളിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ചർച്ചയിലേക്ക് വരുന്നതിൽ ഒരു പ്രസക്തിയുമില്ല എന്നൊരു നിലപാടാണ് ഇറാൻ നേതൃത്വം ഏറ്റവും അവസാനം മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനെ അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയാവട്ടെ വെടിനിർത്തൽ നീട്ടാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പ്രസിഡന്റ് ട്രംപ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ വെടിനിർത്തൽ ഈ 2 ആഴ്ച നാളെ വെളുപ്പിന് അവസാനിച്ചു കഴിഞ്ഞാൽ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും? കൂടുതൽ ശക്തമായിട്ടുള്ള യുദ്ധത്തിലേക്ക് അമേരിക്ക പോകുമോ? അതിനെ എതിരിടാൻ അതേ രീതിയിൽ തന്നെ ഇറാനും തിരിച്ചടിക്കുമോ എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് കൂടി വരും മണിക്കൂറുകളിലായിരിക്കും ഉത്തരം ലഭിക്കും. എന്തായാലും ആശങ്ക വലിയ തോതിൽ തന്നെ ശക്തമാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം ഈ ഇസ്ലാമാബാദ് ചർച്ച നടന്നിരുന്നുവെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെയും ഒരു രമ്യമായിട്ടുള്ള തീർപ്പിലേക്ക് എത്താനും ഏറ്റവും ചുരുങ്ങിയത് ഈ വെടിനിർത്തൽ 2 ആഴ്ച കൂടി നീട്ടണമെന്ന ഒരു നിർദ്ദേശം പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചു എങ്കിൽ പോലും അക്കാര്യത്തിലും അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഇറാന്റെ ഭാഗത്തു നിന്നോ അനുകൂലമായിട്ടുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇനി വല്ല അത്ഭുതവും സംഭവിക്കുകയാണെങ്കിൽ ഇന്ന് അർദ്ധരാത്രി ഉണ്ടാകണം. അതല്ല എങ്കിൽ നാളെ വെളുപ്പിനോടുകൂടി ആക്രമണം പുനരാരംഭിക്കുകയല്ലാതെ മറ്റൊരു നിർവാഹവും ഇല്ല എന്ന ഒരു പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും വരുന്നത്. കാരണം സമ്മർദ്ദത്തിലൂടെയും സൈനികമായിട്ടുള്ള മേധാവിത്വത്തിലൂടെയും ചർച്ചയിലേക്ക് തങ്ങളെ കൊണ്ടുവരാൻ ആകില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഇന്ന് പകൽ പൂർണ്ണമായിട്ടും സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങൾ സ്വീകരിക്കുന്നത്. ഇക്കാര്യം അവർ മധ്യസ്ഥ രാജ്യങ്ങളെയും അറിയിച്ചു. തുടർന്ന് നാവിക ഉപരോധം പിൻവലിക്കാനുള്ള നീക്കങ്ങൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ അമേരിക്കയുമായി ബന്ധപ്പെട്ട് ആരാഞ്ഞു. പക്ഷേ അനുകൂലമായിരുന്നില്ല അവർക്ക് കിട്ടിയിരുന്ന മറുപടി. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ കലുഷിതമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് മേഖല മാറിക്കൊണ്ടിരിക്കുന്നത്. മഹേഷ്.